ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പരീക്ഷ ഇങ്ങെത്തി നിൽക്കുകയാണല്ലേ. അപ്പോൾ ടീച്ചർ ഇന്ന് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മുൻ വർഷങ്ങളിൽ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം വരും ദിവസങ്ങളിലെ എക്സാമിനും ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാമല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർക്ക് സന്തോഷ വാർത്ത കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ഫാമിലി 1 lakh ഫാമിലി ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് വീഡിയോ കാണുന്ന മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ട് മറക്കല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ദി സ്റ്റോറി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. മക്കൾക്ക് അവിടെ സ്റ്റോറി തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ആ സ്റ്റോറി വായിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഓക്കെ മക്കളെ, നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. അമ്മിനി, ദി ലിറ്റിൽ lamb was grazing in a field. She was away from her flock. Hey, sweet grass. She was enjoying the grass. She did not notice a wolf coming near her. She was afraid on seeing the wolf. Please don't kill me, she pleaded. My stomach is full of sweet grass. If you wait a little, my meat will become more tasty, she added. Dear wolf, let me dance for some time, then the grass in my stomach will digest soon. Yes, the wolf agreed. Can you ring the bell while I dance? The wolf took the bell and started to ring. Hearing the bell, the chauffeur reached the place and saved the little lamb. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് കൂട്ടുകാർക്ക് തന്നിട്ടുള്ള സ്റ്റോറി കേട്ടോ. എന്താണ് സ്റ്റോറി മനസ്സിലായോ? ടീച്ചർ ഒന്ന് ചുരുക്കിയിട്ട് പറയാം കേട്ടോ. അതായത് നമ്മുടെ ലിറ്റിൽ ലാമ്പ് ഉണ്ടായിരുന്നു, എന്താണ് അവളുടെ പേര്, അമ്മിണി അല്ലേ. അപ്പോൾ അവൾ പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു വോൾഫ് വന്നത് അല്ലേ. വോൾഫ് വന്നപ്പോൾ ഇവളെന്ത് ചെയ്തു, അയ്യോ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവൻ്റെ അടുത്ത് കരഞ്ഞു അല്ലേ. പിന്നെ പറഞ്ഞു എന്താണ്, എൻ്റെ വയറിൽ നിറയെ സ്വീറ്റ് ഗ്രാസ് ആണുള്ളത് അല്ലേ, നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എൻ്റെ മീറ്റ് എന്താകും, കുറച്ചുകൂടി ടേസ്റ്റി ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഓക്കെ എന്നാൽ ഞാൻ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എന്ത് ചെയ്യാം, ഞാൻ ഡാൻസ് കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഗ്രാസൊക്കെ ഡൈജസ്റ്റ് ആവും. അപ്പോൾ നീ എന്ത് ചെയ്യണം, അവൾ ഒരു റിങ് എടുത്ത് കൊടുത്തു. ഈ റിങ് ബെല്ലയക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ ബെല്ലെടുത്തിട്ട് അതെന്ത് ചെയ്തു, റിങ് അയക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ റിങ് ശബ്ദം കേട്ടതും നമ്മുടെ ഷെഫേർഡ് എന്ത് ചെയ്തു, വേഗം നമ്മൾ ലിറ്റിൽ ലാമ്പിൻ്റെ അടുത്ത് വന്നു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, അവളെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് സ്റ്റോറി കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഹു ആർ ദി ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി. ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് മക്കളെ, വോൾഫും അതുപോലെ തന്നെ ലിറ്റിൽ ലാമ്പും ആണ് അല്ലേ. പിന്നെ നമ്മുടെ ഷെഫേർഡിനെ കുറി പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ വാസ് ദി ലിറ്റിൽ ലാമ്പ് അഫ്രൈഡ്. എന്തുകൊണ്ടായിരുന്നു നമ്മുടെ ലിറ്റിൽ ലാമ്പ് പേടിച്ചത്? സീയിങ് ദി വോൾഫ് അല്ലേ, വോൾഫിനെ കണ്ടിട്ടായിരുന്നു അവൾ പേടിച്ചിട്ടുണ്ടായത്. നെക്സ്റ്റ് വന്ന് നോക്കിയേ. ഹു എസ്കേപ്ഡ് ദി ലിറ്റിൽ ലാമ്പ്. ആരാണ് നമ്മുടെ ലിറ്റിൽ ലാമ്പിനെ എസ്കേപ്പ് ചെയ്തത്, രക്ഷപ്പെടുത്തിയത് ആരാണ്? ദി ഷെഫേർഡ് ആണ് അല്ലേ. നെക്സ്റ്റ് വന്ന് നോക്കിക്കേ. വൈ ഡിഡ് ദി ലാമ്പ് ആസ്ക് ദി വോൾഫ് ടു വെയിറ്റ് എ ലിറ്റിൽ. എന്തുകൊണ്ടാണ് നമ്മുടെ ലാമ്പ് വോൾഫിനോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്? എന്തിനാണ്? നമ്മുടെ ലിറ്റിൽ ലാമ്പിന് എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും വോൾഫിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യ്, എൻ്റെ വയറിൽ നിറയെ എന്താണ്, ഗ്രാസ് ആണല്ലേ, അതൊന്ന് ഡൈജസ്റ്റ് ആവട്ടെ, എങ്കിൽ എൻ്റെ മീറ്റ് കുറച്ചുകൂടി ടേസ്റ്റി ആവുമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ലിറ്റിൽ ലാമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. പിക്ക് ഔട്ട് അനദർ വേർഡ് ഫോർ റിക്വസ്റ്റ് ഫ്രം ദി സ്റ്റോറി. റിക്വസ്റ്റഡ് എന്നുള്ള വേർഡിന് പകരം മറ്റൊരു വേർഡ് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? പ്ലീഡഡ് ആണ് കേട്ടോ. റിക്വസ്റ്റഡ്, പ്ലീഡഡ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മക്കളുടെ പേരും അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 2 ഡയറി. ഹിയർ ഈസ് ദി ക്രൗൺ പ്രിൻസ്. ഓൺലി ദിസ് ബോയ് ഈസ് ഹോണസ്റ്റ്.
One day he will rule this kingdom justly. Pingala was so happy on that day. വാട്ട് വുഡ് ഹി റൈറ്റ് ഇൻ ഹിസ് ഡയറി? അതായത് നമ്മുടെ പിങ്കലെ ഓർമ്മയിലെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അവൻ്റെ തോട്ടായിട്ടോ അല്ലെങ്കിൽ ഡയറി ആയിട്ടോ ഒക്കെ നമുക്ക് വരാറുണ്ട് കേട്ടോ. അപ്പം എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? നമ്മുടെ കിങ് എന്ത് പറഞ്ഞു? വൺ ഡേ നമ്മുടെ പിങ്കൽ എന്ത് ചെയ്യും? ഈ ഒരു രാജ്യം ഭരിക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചു അല്ലേ? അത് കേട്ട സമയത്ത് നമ്മളെ പിങ്കൽ ഒരുപാട് ഹാപ്പിയായി. അപ്പം അവൻ്റെ ഒരു ഡയറി, അന്നത്തെ ദിവസം അവന് എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി മക്കളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ അവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും മക്കളെ? അവൻ ആ സീഡ് നട്ടതും പിന്നെ അത് മുളയ്ക്കാതെ ആയിട്ടുള്ള കാര്യങ്ങളും അത് സത്യസന്ധമായിട്ട് രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞതും ആ ഒരു കാരണത്താൽ തന്നെ അവനെ പ്രിൻസായിട്ട് നമ്മുടെ കിങ് പ്രഖ്യാപിച്ച കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവൻ ആ ഒരു ഡയറി എഴുതിയിട്ടുണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഭാഗം ഒന്ന് നോക്കുക കേട്ടോ. ആ ഡയറി ഒന്ന് പഠിച്ചിട്ട് പോവാം. അവനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കൂ. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദി ഇവൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. മക്കൾക്ക് അവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ആ പിക്ചേഴ്സ് ജസ്റ്റ് എന്താണ് ആ ഇവൻറ്റ്സ് എന്നുള്ളത് നമുക്കതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 4 പിക്ചേഴ്സാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കിക്കുക മക്കളെ, എന്താണ് പിക്ചറിൽ കാണുന്നത്? ഒന്നാമത്തെ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? കുറേ പശുക്കൾ എന്ത് ചെയ്യാണ്? പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ദൂരെ നിന്നിട്ട് ഒരു ലയണ് ഈ കാഴ്ചകളെല്ലാം കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? തമ്മിൽ അടിയായില്ലേ? പശുക്കളെല്ലാം കൂടി തമ്മിൽ അടിയായില്ലേ? അടിയായിട്ട് അങ്ങനെ അടുത്ത പിക്ചർ നോക്കിക്കേ. അവരെന്ത് ചെയ്തു? 4 പേരും 4 വശത്തേക്കായിട്ട് തിരിഞ്ഞു അല്ലേ? അപ്പം നമ്മുടെ ലയൺ എന്തായി? ഈസി ആയില്ലേ? ആദ്യം എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോട് കൂടുന്ന സമയത്ത് ലയണിന് അവരെ ആക്രമിക്കാനായിട്ട് പറ്റിയില്ല അല്ലേ? ഇപ്പം എല്ലാവരും അടികൂടി സെപ്പറേറ്റായി ഓരോരുത്തരുടെ വഴിക്ക് പോയ സമയത്ത് എന്ത് ചെയ്തു? ലയണിന് അവൻ്റെ ഇരയെ ഒറ്റയ്ക്ക് കിട്ടിയില്ലേ? അപ്പോൾ അവനെന്ത് ചെയ്തു? ഓരോരുത്തരെയായിട്ട് കൊന്നു തിന്നാനായിട്ട് തുടങ്ങിയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൽ ഒരു ഇവൻറ്റ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിലൊന്ന് എഴുതി നോക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ മക്കളെ, അടുത്ത നോക്കിക്കേ മക്കളെ. ഒരു പസിലാണ് കേട്ടോ. ആക്ടിവിറ്റി 4 വരുന്നത്. സം വേർഡ്സ് ആർ ഹിഡൻ ഇൻ ദി ബോക്സ്. അപ്പം ആ ഒരു തന്നിട്ടുള്ള ബോക്സിൽ കുറച്ച് വേർഡ്സൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ആ വേർഡ്സൊക്കെ കണ്ടെത്തണം. അത് കണ്ടെത്താനായിട്ട് നമുക്ക് കുറച്ച് ഹിൻസ് കൂടി തന്നിട്ടുണ്ട് കേട്ടോ. ആ ഹിൻസ്, ആ സൂചനകളെല്ലാം നോക്കിക്കൊണ്ട് ഏതൊക്കെ വേർഡ്സാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തണം കേട്ടോ. അത് ഈ ഒരു കോളത്തിൽ മാർക്ക് ചെയ്യുകയും വേണം. പിന്നെ നമുക്ക് അത് എഴുതാനായിട്ട് കുറച്ച് കോളംസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് ദി വേർഡ്സ് ഫ്രം ദി ബോക്സ് ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ്. ദി ഹിൻസ് ബിലോ വിൽ ഹെൽപ്പ് യു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ കൺട്രി റൂൾഡ് ബൈ എ കിങ്. എ കൺട്രി റൂൾഡ് ബൈ എ കിങ്. അതിനെന്താ നമ്മൾ പറയുക? അതെ, കിങ്ഡം എന്നാണ് പറയുക അല്ലേ? ഒരു സ്പെല്ലിംഗ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്ന് നോക്കിക്കേ. ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ. ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഹോണസ്റ്റി എന്ന് പറയും അല്ലേ? അടുത്ത നോക്കിക്കേ. എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷൂസ്. ഏതാണ് മക്കളെ? ലെതറാണ് ആൻസർ വരുന്നത് കേട്ടോ. ലാസ്റ്റ് നോക്കിക്കേ. എ ചെയിൻ മെയ്ഡ് ഓഫ് ഫ്ലവേഴ്സ്. എന്താണ് നമ്മൾ പറയുക? ഗാർലാൻഡ് എന്നാണ് പറയുക അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പസിൽ മക്കൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയിട്ട് കുറച്ച് കൂട്ടുകാരുടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ മക്കളോട് എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ. Rio met his father in the police station. He was so happy to see his father. Father stretched his arms and hugged him. Complete the conversation between father and Rio. അപ്പം നമ്മുടെ റിയോനെ മക്കൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ നമ്മുടെ റിയോ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ റിയോയുടെ ഫാദറിനെ കണ്ടുമുട്ടി കേട്ടോ. ഹി വാസ് സോ ഹാപ്പി ടു സീ ഹിസ് ഫാദർ. അച്ഛനെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ഒത്തിരി സന്തോഷമായില്ലേ? അപ്പോൾ ഫാദർ എന്ത് ചെയ്തു? കൈകൾ നീട്ടിയിട്ട് അവനെ ഹഗ് ചെയ്തു അല്ലേ? അപ്പം നമ്മുടെ ഫാദറും അതുപോലെ തന്നെ റിയോയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനാണ് മക്കളത്തെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കോൺവെർസേഷൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നോക്കിക്കേ മക്കളെ. ഫാദർ ചോദിച്ചു, ഹേ മൈ സൺ ആർ യു ഫൈൻ? നമ്മൾ റിയോനോട് ചോദിച്ചു, ഹേ മൈ സൺ ആർ യു ഫൈൻ എന്ന് ചോദിച്ചു അല്ലേ? അപ്പം നമ്മുടെ റിയോ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? യെസ് ഐ ആം ഫൈൻ ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഫാദർ എന്ത് പറയും? താങ്ക് ഗോഡ് ഹൂ ഹെൽപ്ഡ് യു. ആരാണ് നിന്നെ സഹായിച്ചതെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ റിയോ എന്ത് പറയും? ആരാണ് അവനെ സഹായിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? പിന്നെ ഫാദർ എന്ത് പറഞ്ഞു? യുവർ മദർ ഈസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്, ഷാൾ വി ഗോ ഔട്ട് അല്ലേ? നിൻ്റെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തവിടെ കാത്തു നിൽക്കുന്നുണ്ട്, നമുക്ക് പുറത്തേക്ക് പോവാമെന്ന് പറയൂ അല്ലേ? അപ്പം നമ്മുടെ റിയോ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? നമുക്ക് എന്ത് ചെയ്യാം? പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ?
പിന്നീട് എന്ത് പറഞ്ഞു നോക്കിക്കേ, അടുത്തത് അമ്മയാണ് പറയുന്നത് അല്ലേ. അമ്മ എന്ത് പറഞ്ഞു, മോനു വി ആർ ഷോക്ക്ഡ് വെൻ വി മിസ്ഡ് യു. നിന്നെ മിസ്സായ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ റിയോ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, മിനി പേടിക്കൊന്നും വേണ്ട അല്ലേ, ഞാൻ തിരിച്ച് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അമ്മയെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതേ രീതിയിലൊക്കെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കേ, ആഡ് മോർ ലൈൻസ്. You have enjoyed the story, The Lost Child. Rio, the hero of the story, reached back home safely. The whole family is extremely happy. Rio started singing a song. അതായത് എന്ത് ചെയ്തു, നമ്മുടെ റിയോ എവിടേക്ക് തിരിച്ചെത്തി മക്കളെ, അവൻ വീട്ടിലേക്ക് സേഫായിട്ട് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ റിയോ എന്ത് ചെയ്തു, പാട്ട് പാടാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പം അവൻ അവിടെ പാടിയിട്ടുള്ള കുറച്ച് പാട്ടിലെ ലൈൻസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കൂട്ടുകാരെടുത്ത് അത് കുറച്ച് ലൈൻസും കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള സോങ് ഒന്ന് നോക്കാം അല്ലേ. നോക്കിക്കേ, ദിസ് ഈസ് മൈ പ്രിറ്റി ഹോം, പ്രിറ്റി ഹോം, പ്രിറ്റി ഹോം. Here I have a teeny toys to play. This is my charming home, charming home, charming home. Here I have little kites to fly. അപ്പം ഇതേ രീതിയിൽ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും, ആദ്യം ടോയ്സ് ഉള്ള കാര്യം പറഞ്ഞു അല്ലേ, എന്തിനാണ് ടോയ്സ്, കളിക്കാനാണെന്ന് പറഞ്ഞു. പിന്നെന്താണ്, കൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, എന്തിനാണ്, പറത്താനാണ്. അതുപോലെ വേറെ എന്തെങ്കിലും ഒരു തിങ്സിനെ കുറിച്ചിട്ട്, തിങ്സിൻ്റെ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യുക മക്കൾ, ഇതുപോലെ ഒരു 2 more സ്റ്റാൻസിയും കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 എന്ത് ചെയ്യുക സ്റ്റാൻസിയും കൂടി മക്കൾ ഇതേ കണക്ക് എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ തലേ ദിവസം ടീച്ചർ നിങ്ങളുടെ എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് നേരത്തെ തന്നെ ലഭിക്കാനായിട്ട് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒപ്പം കൂടാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.